ഹായ് ഓൾ. നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നൗഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഇതിന്റെ എഡിറ്റിംഗും ഇദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മലയാള ഹൊറർ കോമഡി ത്രില്ലർ മൂവിയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ തന്നെയാണ്. തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് നെല്ലിക്കാമ്പൊയിൽ. ആ ഗ്രാമത്തിൽ രാത്രി മറ്റുള്ളവരുടെ ഉറക്കം കളയുകയും മറ്റുള്ളവരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അജ്ഞാത ശക്തിയുണ്ട്. അതെന്താണെന്ന് കണ്ടെത്താനും അതിന്റെ പിന്നിലുള്ള സത്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്നുള്ളത്. മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, മെറിൻ ഫിലിപ്പ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അണിനിരന്നിരിക്കുന്നത്. എല്ലാവരും ഒന്നിനൊന്നും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒട്ടും ബോറടിക്കാതെ എൻഗേജ് ആയി തന്നെ നമുക്ക് ഈ ചിത്രം കാണാവുന്നതാണ്. കോമഡി, ഹൊറർ, റൊമാൻസ് തുടങ്ങിയ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടെങ്കിലും ഇമോഷണലി നമുക്ക് കണക്ട് ആകാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഈ സിനിമയിലില്ല. അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സീനുകളുമില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. പണ്ട് കാലത്ത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ പോത്തും കാലൻ, കോക്കാച്ചി, മാക്കാച്ചി ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറയില്ല. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലോട്ട് മൊത്തത്തിൽ. പിന്നെ കോമഡിയൊക്കെ ചെറിയ രീതിയിലൊക്കെ ഞാൻ ചിരിച്ചോളൂ. മറ്റുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന അറിയില്ല. സിനിമയുടെ ടൈറ്റിൽ ഒരു വെറൈറ്റി ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ട് അവർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലിയായി കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രം തന്നെയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രം. ഓവർ എക്സ്പെക്ടേഷൻസോട് കൂടി ആരും ഈ ചിത്രം കാണാൻ പോകരുത്. പ്രത്യേകിച്ച് ചുമ്മാ ഒരു സിനിമ കാണാൻ പോകുന്നു എന്നുള്ളതിൽ പോയി കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.